ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ആദ്യം തന്നെ ഞാൻ പ്രോഡക്റ്റ് കാണിച്ചു തരാം, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. ഇതാണ് സംഭവം. അതായത് ഒരു റിംഗ് ലൈറ്റാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഈ റിംഗ് ലൈറ്റ് സാധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പുറത്ത് വീഡിയോ എടുക്കുന്ന ആൾക്കാർക്ക്, പ്രത്യേകിച്ച് മൊബൈലിലായാലും നമ്മൾ ക്യാമറയിലായാലും നമ്മൾ പുറത്ത് വീഡിയോ എടുക്കുന്ന ആൾക്കാർക്ക് വലിയ ലൈറ്റിൻ്റെ പ്രശ്നം വരുന്നില്ല. പക്ഷേ ഇൻഡോറിലല്ലേ, നമ്മുടെ റൂമിൻ്റെ ഇൻസൈഡിൽ നമ്മൾ ഏതെങ്കിലും വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ലൈറ്റ് നമുക്ക് പ്രയോജനപ്പെടും. നമ്മൾ എത്ര റൂമിൽ ലൈറ്റ് ഇട്ടെന്ന് പറഞ്ഞാലും നമുക്ക് അതിനേക്കാളും കുറച്ചുകൂടെ നല്ല രീതിയിൽ നമ്മൾ എടുക്കുന്ന പ്രോഡക്റ്റും നമ്മുടെ ഫേസും ഒക്കെ നല്ല രീതിയിൽ കിട്ടുന്ന ഒരു ലൈറ്റാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇത് ഏകദേശം 18 ഇഞ്ചുള്ള ലൈറ്റാണ് കേട്ടോ, വലിയ ലൈറ്റാണ്, ചെറുതല്ല. 8 ഇഞ്ചിൻ്റെയും 9 ഇഞ്ചിൻ്റെയും 10 ഇഞ്ചിൻ്റെയും ഒക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു വലിയ റിങ് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. കുറച്ചും കൂടെ ലൈറ്റ് എന്താ പറയുക, നല്ല രീതിയിൽ കിട്ടും. പിന്നെ കുറച്ച് കളർ ഫേഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നും പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇതിനകത്ത് വന്നിട്ടുള്ള സാധനങ്ങൾ ഈ 2 ഐറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. ഞാൻ ഓർഡർ ചെയ്ത സമയത്ത് ഞാൻ ആമസോണിലാണ് ഇത് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഈ 2 സാധനമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇതിനകത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സിനകത്ത് ഉള്ള ഐറ്റം എന്താണെന്നുള്ളത് ഒന്ന് നോക്കാം. ഇതിനകത്തൊന്നുമില്ല, ഇത് ഒരു കാലി കാർട്ടൂൺ, അതൊക്കെ മാറ്റാം. ഇതാണ് സംഭവം. ഇതതിൻ്റെ ഒരു സ്റ്റാൻഡാണ് കേട്ടോ. ഈ സ്റ്റാൻഡിൻ്റെ നല്ലതും ചീത്തയും ഞാൻ പറയാം, ഓക്കെ? കാരണം എല്ലാം അറിയണമല്ലോ, എല്ലാം നമ്മൾ വാങ്ങിക്കുന്നൊരു സാധനം നല്ലതാണെങ്കിലേ നല്ലതാണെന്ന് പറയാൻ പാടുള്ളൂ. അങ്ങനെ പറയുന്ന ഒരാളാണ് ഞാൻ. അപ്പോഴേ ഇത് നോക്കണമെന്നുണ്ടെങ്കിൽ ഈ സംഭവം ഒന്ന് ലൂസ് ചെയ്യണം. ഈ നട്ടൊന്ന് ലൂസ് ചെയ്യണം. ഈ ഒരു നട്ട് ഒന്ന് ലൂസ് ചെയ്തിട്ട് മാത്രമേ താപ്പോട്ട് പിടിക്കാവൂ, അല്ലെങ്കിൽ ഒടിഞ്ഞു പോകും. ഓക്കെ, ഇതൊന്ന് ലൂസ് ചെയ്തതിന് ശേഷം ഇതിങ്ങോട്ട് ഫോൾഡ് ചെയ്യാം. ഇതിങ്ങനെ താഴോട്ട് പിടിക്കും. പിന്നെ ഈ കാണുന്നത് പ്ലാസ്റ്റിക് അല്ല കേട്ടോ, ഞാൻ വിചാരിച്ചത് പ്ലാസ്റ്റിക് ആയിരിക്കും. ഇതൊരു തകിടാണ്, പക്ഷേ എന്നാലും കുഴപ്പമില്ല. ബിൽഡ് ക്വാളിറ്റി ഓവറൊന്നും പറയാനില്ല. അപ്പോൾ ഇതിങ്ങനെ ഹൈറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ഇതിനകത്ത് തന്നെ കുറച്ച് നമുക്ക് വീഴാത്ത രീതിയിലുള്ള ഒരു സ്റ്റേബിളായിട്ട് ഇത് നിർത്താൻ പറ്റും. എന്നിട്ട് ഇവിടെ നമുക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ അതിന് ശേഷം ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ഇതിന് മൂവ് ആവത്തില്ല കേട്ടോ. ഇതിൻ്റെ ഈ ഭാഗം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 2 രീതിയിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണെന്ന് തോന്നുന്നു. ഇവിടുന്ന് ലൂസാക്കിയിട്ട് ഇതിങ്ങനെ മുകളിലേക്ക് ഈ ഒരു പൊക്കം വരെ കൊണ്ടുവരാം. അതിനുശേഷം ഇത് ടൈറ്റ് ചെയ്യാം. ടൈറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്കൊന്നും കൂടെ, ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഉണ്ട്, ഇവിടെയുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ലെങ്തിന് നമുക്കിത് പൊക്കി വെക്കാം. അപ്പോൾ ഇതിപ്പോൾ ഒരുപാട് ഹൈറ്റായി. ഇത്രയും ഹൈറ്റ് നമുക്ക് വേണ്ട. നമുക്കിത് ഹൈറ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഹൈറ്റ് കുറയ്ക്കാം. ഹൈറ്റ് കുറച്ച് നമുക്ക് എത്രയാണോ ഇത് വേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിലേക്ക് നമുക്കിത് കുറച്ച് വെക്കാം. അപ്പോൾ ഏകദേശം ഈ ഒരു ഹൈറ്റ് കണക്കാക്കി വെക്കാം അല്ലേ. ഈ ഒരു ഹൈറ്റ് കണക്കാക്കി ഈ ഒരു സ്റ്റാൻഡെന്ന് പറഞ്ഞത് കണ്ടല്ലോ, അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. അതിനോടൊപ്പം തന്നെ അത്യാവശ്യം ഓവർ ബിൽഡ് ക്വാളിറ്റി ഞാൻ വീണ്ടും പറയാൻ പറ്റത്തില്ല, ഒരു മീഡിയം, കുഴപ്പമില്ല, എന്നാൽ അത്യാവശ്യം നല്ല ഫിനിഷസ് ഒക്കെ ഉണ്ട് കാര്യങ്ങൾ. അപ്പോൾ നമുക്കിത് ഇവിടോട്ട് വെക്കാം. വെച്ചതിന് ശേഷം നമുക്കിനി അടുത്ത ബോക്സ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ബോക്സ് ഓപ്പൺ ചെയ്യാം. ഇത് ഏത് ബ്രാൻഡാണോയെന്ന് ചോദിച്ചാൽ, ബ്രാൻഡിൻ്റെ പേര് ഇതാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് കൺഫ്യൂഷനാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ വേറെ എങ്ങും അത് കാണിച്ചിട്ടില്ല, ഇത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. RL 18 ഇഞ്ച് എന്നും പറഞ്ഞാൽ കാണിച്ചേക്കുന്നത്. RL 18 ഇഞ്ച് LED നമ്മുടെ റിംഗ് ലൈറ്റാണ് കാണിച്ചേക്കുന്നത്. ഇതിനകത്ത് ഏകദേശം ഈ ഫോട്ടോ കണ്ടിടത്തോളം ഒരു 3 ക്യാമറ അല്ലെങ്കിൽ 3 മൊബൈൽ വെക്കാനുള്ള സ്പേസുള്ള ആ രീതിയിലുള്ള സംവിധാനങ്ങളാണെന്ന് പറയുന്നത്. നമുക്കിത് ഇത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മുടെ ആ ഒരു കവറിനകത്ത് ഉണ്ടായിരുന്നതെന്ന് പറയുന്നത് ഓപ്പൺ ചെയ്തപ്പോൾ ഇതുപോലൊരു കേസ് ഉണ്ട്. ഈ ഒരു കേസ് അത്ര വലിയ ക്വാളിറ്റി ഒന്നും പറയാനില്ല, എങ്കിലും നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. എന്തുവാടി സിബൊന്നും ഇങ്ങനെ സിബ് ഇങ്ങനെ അങ്ങോട്ട് തുറന്നു. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതിനകത്ത് ലൈറ്റ് ഇരിപ്പുണ്ട്. ഈ ലൈറ്റ് എടുക്കുന്നതിന് മുമ്പായിട്ട് ഇതിനകത്തൊരു ചെറിയൊരു സിബും കാര്യങ്ങളും അതും ഇതൊക്കെ ഉണ്ട്, ചെറിയൊരു പേഴ്സ് ഉണ്ട്. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിനകത്ത് എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. ഇതിനകത്ത് കുറേ സാധനങ്ങളുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് ലൈറ്റ് കാണാം അല്ലേ. ലൈറ്റ് കണ്ടിട്ട് ഇത് കാണാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ലൈറ്റ് എടുക്കാം. അപ്പോൾ നമുക്ക് ലൈറ്റ് ഓപ്പൺ ചെയ്യാം. ഇത് കൊള്ളാമല്ലോ സംഭവം. ഇതാണ് സംഭവം. ഏകദേശം എൻ്റെ ഒരു ഫേസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ തല മൊത്തം അതിനകത്ത് പോകും, കണ്ട അത്രയും വലിപ്പമുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സാധാരണ ആംപ്ലിഫയറിൻ്റെ നോബ് പോലുള്ള 2 നോബുകളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇത് കളറിൻ്റെ ആ ഒരു വേരിയേഷനും കളറിൻ്റെ ഒക്കെ മാറ്റാനും കൂട്ടാനും ഒക്കെ ഉള്ള സംഭവമാണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, അത് നമുക്ക് നോക്കാം. ഇതൊരു ചൈനയുടെ പ്രൊഡക്റ്റാണ്.
ഓക്കെ, മെയ്ഡ് ഇൻ ചൈനയാണ്. അതായത് ഈ ഒരു റിംഗ് ലൈറ്റിൻ്റെ ഇൻസൈഡിൽ ഏകദേശം 480 പീസ് LED ഉണ്ട് എന്നാണ് ഇത് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിയുള്ള വേരിയേഷനും കാര്യങ്ങളൊക്കെ തരുന്നത് വ്യക്തമായിട്ട് ടെമ്പറേച്ചർ കാര്യങ്ങൾ, അതായത് കളർ ടെമ്പറേച്ചർ എഴുതിയിട്ടുണ്ട്. അതായത് കളർ എഴുതിയേക്കെന്ന് പറഞ്ഞാൽ 2700 6500K ആണ് ഇത് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഇൻപുട്ട് റേഞ്ച് 90 to 65 വാട്ട്സ് അതൊക്കെയാണ് കാണിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായ രീതിയിൽ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്തുള്ള വേറെ വലിയ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് സാധാരണ നമ്മൾ റിംഗ് ലൈറ്റ് നിന്ന് വീഡിയോ എടുക്കുന്ന സമയത്താകുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ മൊബൈലിനകത്ത് ചാർജ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത് അഡാപ്റ്റർ കണക്ട് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇതിനകത്തുള്ള ഒരു ബെനിഫിറ്റ് ഞാൻ പറഞ്ഞുതരാം. ഇത് കണ്ടോ, ഇതിൻ്റെ പുറകിൽ നമ്മുടെ അതിനകത്ത് 2 USB പോർട്ടുണ്ട്. ഇത് കൊടുത്തിട്ട് മൊബൈൽ ചാർജ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ അതുപോലെ ഇതിൻ്റെ പുറകിൽ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, ഓൺ ഓഫിന് കൊടുത്തിട്ടുണ്ട്. ഇത് പവറിൻ്റെയാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇതിനകത്ത് എനിക്ക് തോന്നുന്നൊരു പവർ ബാങ്ക് പോലെ തന്നെ ഒരു സംവിധാനം ഇതിനകത്തുണ്ട് എന്നെനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ഈ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സ്റ്റാൻഡിൻ്റെ ഈ ഒരു എൻഡ് കണക്ട് ചെയ്യാനും വേണ്ടിയുള്ളതാണ്. കണ്ടോ, ഇത് ഇങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം. ഇത് നമ്മൾ ഫുള്ള് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈറ്റ് ഇങ്ങനെ നിൽക്കും. നല്ല സ്റ്റേബിളായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല നമ്മൾ ഫേസിൽ നമ്മൾ നിന്നിട്ടൊക്കെയാണ് വീഡിയോ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കറക്റ്റ് നമ്മുടെ ഏകദേശം ഒരു ഞാനിപ്പോൾ ഇങ്ങനെ നിന്നാണ് വീഡിയോ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നോക്കിക്കോളൂ, കറക്റ്റ് എൻ്റെ ഫേസ് കണക്കാക്കി നമുക്ക് എടുക്കാം. ഇനി അതല്ല കുറച്ചും കൂടെ ഹൈറ്റ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈറ്റ് കുറയ്ക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ട് ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ ഈ ഒരു ഭാഗത്ത് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്കിപ്പം ടേബിളിലേക്ക് ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ടേബിളിൽ എന്തെങ്കിലും ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും അൺബോക്സിങ് ചെയ്യുന്ന ചെറിയ ഐറ്റംസ് അൺബോക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈറ്റ് ഫ്രണ്ടിലോട്ടായിരിക്കും. അപ്പോൾ ലൈറ്റ് താഴോട്ട് കിട്ടുന്നതിന് വേണ്ടി നമുക്കിത് തിരിച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഫോൾഡ് ആവും. അപ്പോൾ നമുക്ക് ടേബിളിലേക്കുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് തന്നെ നമുക്കത് സ്റ്റാൻഡ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പം അങ്ങനെ വലിയൊരു കാര്യമുണ്ട്. അപ്പോൾ ഈ രീതിയിലേക്ക് നമ്മുടെ ടേബിളിലേക്ക് എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവച്ച് അൺബോക്സ് ചെയ്യാനും നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ നല്ല സൂപ്പർ ലൈറ്റ് ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ അത് യൂസബിളാണ്. പിന്നെ അതല്ല, നേരത്തെ പോലെ പഴയതുപോലെ തന്നെ നമുക്ക് നേരെ ഇങ്ങനെ വെച്ചിട്ട് ഒക്കെ എടുക്കാം. ഈ ഒരു പേഴ്സിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നോക്കാം. ഓക്കെ, കുറേ സാധനങ്ങളുണ്ട്. ഇത്രയും സാധനങ്ങളേ ഉള്ളൂ ഇതിനകത്ത്. അപ്പോൾ ഇതെന്തൊക്കെയാണെന്ന് പരിചയപ്പെടുത്താം. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് പരിചയപ്പെടുത്താം. ഇതിനകത്തൊരു റിമോട്ടുണ്ട്. അതായത് നമുക്ക് ഒരു പക്ഷേ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കളറൊന്ന് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓടിപ്പോയിട്ട് നമ്മൾ ആ സ്വിച്ചിലൊന്നും പണിയേണ്ട ആവശ്യമില്ല. ഈ റിമോട്ട് വെച്ചിട്ട് നമുക്ക് യഥേഷ്ടം നമുക്ക് നമ്മുടെ കളറും ഒക്കെ ചേഞ്ച് ചെയ്യാം. അതിനുള്ള ഒരു റിമോട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അവർ ബാറ്ററിയും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് വർക്കാവും. ആ രീതിയിൽ നമുക്കത് യൂസ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു സാധനം, ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങിയതിൻ്റെ ലിങ്ക് കൂടെ നമ്മുടെ വീഡിയോയുടെ താഴെ ഇട്ടേക്കാം. ആവശ്യമുള്ളവർക്ക് അത് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. ഇതുപോലെ തന്നെ റിമോട്ട്, അതിൻ്റെ ബാറ്ററി, പിന്നെ ഇത് പവർ കൊടുക്കാനുള്ള കേബിളുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് നമുക്ക് 3 മൊബൈൽ നമുക്കിതിനകത്ത് കണക്ട് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഈസി. ഇത് നിങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ഇങ്ങനെ വേണമെങ്കിൽ ലൂസ് ചെയ്യുക. ലൂസ് ചെയ്തതിന് ശേഷം അതിനകത്തിട്ടിടുക. ഇതങ്ങ് ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്തിട്ട് യഥേഷ്ടം നമുക്ക് വേണ്ട രീതിയിലേക്ക് വെർട്ടിക്കലായിട്ടോ ഹൊറിസോണ്ടലായിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കത് കൊടുക്കാം. അതുകൊണ്ട് ഞാനടുത്ത് ഫിറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ എൻ്റെ 3 മൊബൈൽ ഇതിനകത്ത് ഒരേ സമയം കണക്ട് ചെയ്യാം. നമുക്ക് ശരിക്കും പറഞ്ഞാൽ 3 മൊബൈൽ കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ഇപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ് വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുന്ന ഒരു മൗണ്ടിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷേ ഇതിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഈ ടൈപ്പ് വാങ്ങിച്ചാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നൊരു പക്ഷേ ഏതാണ്ട് ഈ ഒരു ത്രെഡ് ഉണ്ടല്ലോ, സ്റ്റിക്ക് നമ്മൾ ഓവറായിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഇത് ഓവറായിട്ട് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊരു സ്പെയറായിട്ട് 2 കൂടെ നമ്മുടെ ഇരിക്കുന്നത് നല്ലതാണ്. നമുക്കിപ്പോൾ അത്യാവശ്യത്തിന് വീഡിയോ എടുക്കാനും വേണ്ടി ഈ ഒരെണ്ണം മതി. ഈ ഒരെണ്ണത്തിനകത്ത് നമുക്ക് വീഡിയോ എടുക്കാം. ശരിക്കും ഇതിൻ്റെ ഒരു പൊക്കം ഞാൻ ഫുള്ള് പൊക്കം കാണിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ സീലിങ്ങിൽ ടച്ച് ആവും. നോക്കും, ഇത് കണ്ടോ, ഇത്രയും വരെ ഹൈറ്റ്. ഇത്രയും ഹൈറ്റ് നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത് നമുക്ക് നമ്മുടെ വീഡിയോ എടുക്കേണ്ട സാഹചര്യങ്ങൾ അനുസരിച്ചിട്ടായിരിക്കും. ഒരു പക്ഷേ ഇത്രയും പൊക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. തൽക്കാലം ഒരു നോർമൽ സ്റ്റേബിളായിട്ട് വീഡിയോ എടുക്കുമ്പോൾ നമ്മുടെ ഒരു ഫേസിൻ്റെ ഹൈറ്റ് മതിയാവും ഏകദേശം. ഇത് കുറച്ചുകൂടെ താക്കണമെന്നുണ്ടെങ്കിൽ താക്കുകയൊക്കെ ചെയ്യാം.
ഓക്കെ, ഇപ്പോൾ ഞാൻ എന്താ പറയുക, ഈ റൂമിനകത്ത് നല്ല ഇരുട്ടിലായിട്ട് നിൽക്കുകയാണ്. ശരിക്കും ഐഫോൺ ആയതുകൊണ്ട് കുറച്ചൊരു ഓട്ടോമാറ്റിക് ഒരു വെട്ടം വരുന്നതാണ്. അപ്പോൾ ഞാനിത് ഓണാക്കാം, ലൈറ്റ് ഓണാക്കാം. ദേ ഈ ലൈറ്റ് ഓണാക്കിയപ്പോൾ കിട്ടുന്ന വെട്ടമാണ്. ഇത് കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ കുറയ്ക്കുന്ന സമയത്ത് ദേ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും, ഇതിങ്ങനെ കൂടും. അതുപോലെ തന്നെ ഇനി ഇതിൻ്റെ കണ്ടോ, ഇപ്പം ബ്രൈറ്റ്നസ് കൂടിയിട്ടുണ്ടല്ലേ, ബ്രൈറ്റ്നസ് കൂടി. അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് കുറഞ്ഞു കണ്ടോ. അപ്പോൾ ഇങ്ങനെ ഇത് കൊള്ളാം. ഇത് കളർ ഫുള്ളൊരു വാം പോലെ അല്ലേ, ഒരു എന്താ പറയുന്നത്, ഒരു ചുമന്ന കളർ പോലെ നമുക്ക് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ റിമോട്ട് എൻ്റെ കയ്യിലുണ്ട്. ഈ റിമോട്ട് വെച്ചിട്ടുള്ള ആ ഒരു മാറ്റം ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് ഈ ലൈറ്റിൻ്റെ ഇതിനകത്ത് 3 രീതിയിലുള്ള ആരോ കാണിച്ചിട്ടുണ്ട്. ഈ ആരോ മാറ്റുമ്പോഴത്തേക്ക് ഇത് കണ്ട കളറ് ലൈറ്റ് നമ്മുടെ ആവശ്യാനുസരണം ലൈറ്റ് കുറഞ്ഞു വരും. ലൈറ്റ് ഇങ്ങനെ കൂടി വരും. ഓക്കെ, കണ്ടോ. അപ്പം ഏകദേശം ഫുള്ള് ലൈറ്റ് ഞാൻ കാണിച്ചു തരാം. ഫുൾ ലൈറ്റ് ഇത് കണ്ടോ. അടുത്തെന്ന് പറഞ്ഞത് കളർ, ഈ ഒരു കാണുന്നൊരു കളർ മാത്രമല്ല, വാം ലൈറ്റ് ഉണ്ട്. അങ്ങനെ 2-3 ടൈപ്പായിട്ട് കളർ വേരിയേഷൻ ഉണ്ട്. അവർ കാണിച്ചു തരാം. ഇതിലൊന്നുകൂടെ ഈ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് കണ്ടോ, ഇപ്പോൾ ലൈറ്റ് വാം ലൈറ്റ് ആയിട്ടുണ്ട്. അപ്പം ആ രീതിയിൽ ഞാനിപ്പോൾ സൈഡിൽ നിൽക്കുന്നതാണ് വെട്ടമില്ലാത്തത്. പക്ഷേ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഇതിന് ഓപ്പോസിറ്റ് നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ അതുപോലെ ഒന്നുകൂടെ ഈ സെലക്ഷൻ എന്നുള്ളതിൽ ഒന്നുകൂടെ നിൽക്കുമ്പോഴത്തേക്ക് കളർ ഇതേ മാറി കണ്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, അങ്ങനെ തന്നെ പറയാം. അതായത് ഈ 2 എന്താ പറയുന്നത് നോബാണുള്ളത്. ഈ നോബിൽ റൈറ്റ് സൈഡിലുള്ള നോബ് എന്ന് പറയുന്നത് ഈ ഒരു കളർ വേരിയേഷൻ മാറും. ഇത് നോക്കും, ഇത് തിരിക്കുന്നതിനനുസരിച്ച് കളർ വേരിയേഷൻ മാറും. അത് കൊള്ളാം അല്ലേ. ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് പുറകെ നിൽക്കുന്ന ഒരാളെയും കൊണ്ട് നമുക്കത് മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാം. ഇനി ഈ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ, നിലവിലുള്ള ഈ ഒരു ലൈറ്റ് നമുക്ക് ഡൗൺ ആവാനും അപ്പ് ആവാനും വേണ്ടി ഉപയോഗിക്കുന്നത്. അതെ, ഇതിരിക്കുന്നതനുസരിച്ച് ലൈറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും, ലൈറ്റ് കൂടിക്കൊണ്ടിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ റൈറ്റ് സൈഡിലുള്ളത് ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ വാം ആയിട്ടുണ്ട്. ഈ വാമിനകത്തുള്ളത് നമുക്ക് കുറയ്ക്കാനും കൂട്ടാനും ഉള്ള ഓപ്ഷനാണ് ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു ഇത് കണ്ടോ. ഇത് തിരിക്കുന്നതിനനുസരിച്ച് ഇത് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഇതാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആവശ്യമുള്ളവരൊക്കെ ഇത് വാങ്ങിക്കാം. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്ക് കൂടെ ഞാൻ വീഡിയോയുടെ താഴെ ഇട്ടേക്കാം. അതുപോലെ തന്നെ എന്നും പറയുന്ന പോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കരുത്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും